ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ഫിഷ് ആൻഡ് ടാക്കിൾ ഷോപ്പിലേക്കാണ്. അവിടെ കുറച്ച് പുതിയ റോഡും റീലും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് കാണാനും അതിൻ്റെ റിവ്യൂ പറയാനും കൂടിയിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരേക്കും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മളുള്ളത് മസ്കറ്റിലുള്ള മത്രയിലുള്ള ഒരു ഫിഷിംഗ് ടാക്കിൾ ഷോപ്പാണ്. ഇനി നമുക്ക് ഷോപ്പിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ മാനേജർ രാജുഭായ് ഉണ്ട്. നമുക്ക് പുള്ളിയോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കാം. അപ്പം ഇനി നമുക്ക് ഷോപ്പിലുള്ള ഓരോ ഐറ്റംസിനെ പറ്റിയിട്ടും നമ്മുടെ ഈ ഷോപ്പിൻ്റെ മാനേജർ നമ്മുടെ രാജുഭായ് ഉണ്ട്. നമുക്ക് ഈ എവരിത്തിങ് പുള്ളിയോട് ചോദിച്ചിട്ടെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ രാജുഭായ്, നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ ഐറ്റംസുകൾ റോഡുകളാണ് നമ്മുടെ ഈ ഷോപ്പിലുള്ളത്? നമ്മളെ ഷോപ്പിൽ മെയിനായിട്ട് ഡൈവേൻ്റെ റോഡ്സാണ് ഉള്ളത്. പിന്നെ പോയിനിയൻ്റെ റോഡും ഉണ്ട്, പിന്നെ മസൂസിൻ്റെ റോഡ്സും ഉണ്ട്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഡൈവേൻ്റെ തന്നെയാണ് അധികം സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ, വെറൈറ്റീസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സ്പിന്നിങ് റോഡ്സ് ഉണ്ട്, ജിഗിങ് റോഡ്സ് ഉണ്ട്, ഓക്കെ, പോപ്പിംഗ് റോഡ്സ് ഉണ്ട്. പോപ്പിംഗ് റോഡ് പോയിനിയറിൻ്റെ ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ബാക്കിയൊക്കെ ഡൈവേൻ്റെ ആണ്. ഡൈവേൻ്റെ ഉള്ളതല്ലേ? അപ്പം ഇപ്പം ഇതിൻ്റെ ഏത് ടൈപ്പാണെന്ന് ഇപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുക? കാരണം നിങ്ങൾ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഷോപ്പിനെ പറ്റിയിട്ടും അതിൻ്റെ ആക്സസറീസിനെ പറ്റിയും. എങ്ങനെയാണ് അതിൻ്റെ? ഒരുപാട് കാലത്തെ അനുഭവമുണ്ട്. പക്ഷേ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ അഭിലാഷ് ഭായിയാണ് എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തന്നെ റോഡിനെ പറ്റി പറയാൻ പറ്റും തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മുടെ രാജുഭായുടെ ഷോപ്പിലുള്ള ഒരു പുതിയൊരു റോഡാണ് ദൈവയുടെ സ്പിറ്റ് ഫയർ കണ്ടോ? സ്പിറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ ഇത് ദൈവയുടെ സ്പിറ്റ് ഫയർ ആണ്. ഇത് 10 അടിയാണത്. 10 ഫുട്ട് അല്ലേ? 10 ഫുട്ട്. ഇതിന്റെ കാസ്റ്റിംഗ് വെയിറ്റ് ഏകദേശം എത്ര? ഇതിന്റെ കാസ്റ്റിംഗ് വെയിറ്റ് 14 to 82 ഗ്രാം. ഇത് 40 to 80 ഗ്രാം മുതൽക്ക് 82 ഗ്രാം വരെയാണ് ഇതിന്റെ കാസ്റ്റിംഗ് വെയിറ്റ്. അടിപൊളി റോഡ് തന്നെയാണ്. ഇത് സെയിം കമ്പനിയുടെ തന്നെ 8 ഫുട്ടാണത് കണ്ടോ? സെയിം. ഇതിനും അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട്. 14 ഗ്രാം മുതൽക്ക് 56 ഗ്രാം വരെയാണ്. സെയിം സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് അടുത്ത രണ്ടാമതൊരു റോഡാണ് ദൈവയുടെ തന്നെയാണ്. ഇതും ദൈവയുടെ തന്നെയാണ്. ക്രോസ് കാസ്റ്റ് ആണ് ദൈവയുടെ. അടിപൊളി രണ്ടാമത്തെ ഒരു ഡിസൈനാണത്. നല്ല ആക്ഷനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ഗൈഡ്സും ഇതിൻ്റെ ഫ്യൂജി ഗൈഡാണ്. എല്ലാ ഗൈഡ്സുകളും ഫ്യൂജിയാണ്. അത്യാവശ്യം നല്ല. ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് 40 ഗ്രാം മുതൽക്ക് 56 ആണ്. 40 ഗ്രാം 14 ഗ്രാം മുതൽക്ക് 56 ഗ്രാം വരെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി. ഇത് 10 അടി റോഡാണ്. ഇതിൻ്റെ തന്നെ വേരിയസ് ലെങ്ത്തിലുള്ളതുണ്ട്. 7 അടി മുതൽ 7 ഫുട്ടുണ്ട്, 8 ഫുട്ടുണ്ട്, 9 ഫുട്ടുണ്ട്, പിന്നെ 10 ഫുട്ടും ഉണ്ട്. പിന്നെ അടുത്തൊരു റോഡാണ്. ഇതും ദൈവയുടെ തന്നെയാണ്. ഇതും ദൈവയുടെ തന്നെ സീബാസ് എന്ന് പറയും. ഇത്
ലിബർട്ടി ക്ലബിൻ്റെ സീബാസ്. ഇതിൻ്റെ കാസിംഗ് വെയിറ്റ് പറയുന്നത് 7 ഗ്രാം മുതലേക്ക് 35 ഗ്രാമാണ് ഇതിൻ്റെയും കപ്പാസിറ്റി. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആക്ഷൻ റോഡ് തന്നെയാണ് കേട്ടോ. നല്ല റോഡാണ്. ഇതാണ് അതിൻ്റെ കപ്പാസിറ്റി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ തന്നെ നാലാമത്തെ അല്ലേ. അടുത്തത് നമ്മുടെ ദൈവയുടെ ക്രോസ് ഫയർ. ഇതാണോ ഇത് ദൈവയുടെ ക്രോസ് ഫയർ. അത്യാവശ്യം ഒരുവിധം ആൾക്കാർ, ഒരുവിധം ആംഗ്ലേഴ്സ് ഒരുവിധം ആംഗ്ലേഴ്സിന് എല്ലാം അറിയാൻ പറ്റും ക്രോസ് ഫയർ. അടിപൊളി റോഡാണ്. ഇതിൻ്റെയും കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പീസാണ്. 14 ഗ്രാം മുതലേക്ക് 56 ഗ്രാം വരെ, 14 to 56 ആണ് ഇതിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി. അത്യാവശ്യം ബൈറ്റും ചെയ്യാൻ പറ്റും, സ്പിന്നിങ്ങും ചെയ്യാൻ പറ്റും, ജിഗിങ്ങും ചെയ്യാൻ പറ്റും. ഇതാണ് ആ റോഡ്. കണ്ടോ ആക്ഷൻ കണ്ടോ റോഡിൻ്റെ. ഇനി അടുത്ത ഒരു റോഡ് നമ്മുടെ ദൈവയുടെ തന്നെയാണ്. ഇത് ലഗൂണ എന്ന് പറഞ്ഞ ഒരു ഇത് ലഗൂണ. ഇതും 9.6 ഫൂട്ടാണിത്. ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നത് 14 ഗ്രാം ടു 42 ഗ്രാമാണ്. ഇതിൻ്റെ ആക്ഷൻ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ആക്ഷൻ. അപ്പം അടുത്ത റോഡ് ദൈവയുടെ തന്നെയാണ്. ദൈവയുടെ സിപ്പ് ഫയർ ആണത്. ദൈവയുടെ സിപ്പ് ഫയർ സിംഗിൾ പീസാണ് കേട്ടോ. ഇത് സിംഗിൾ പീസാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ആക്ഷൻ. ഇത് അത്യാവശ്യം ബൈറ്റ് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇതിൻ്റെ ജിഗിങ്ങും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അല്ല, ഇതാണ് ഇതിൻ്റെ ആക്ഷൻ. കയ്യിൽ കിടന്നാൽ ഓടിക്കളിക്കും. ലൈറ്റാണ്. ഇത് വളരെ ലൈറ്റാണ്. ഇത് വൈറ്റ് റോബിറ്റിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞ റോഡാണത്. അത്യാവശ്യം നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ആക്ഷൻ. ഇതാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. ഇതിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 to 42 ബ്ലേഡ് വൈറ്റ് റോബിറ്റ്. ഇനി അടുത്ത നമ്മുടെ ദൈവയുടെ ഒരു ജിഗിങ് റോഡാണത്. ഇത് ദൈവയുടെ ജിഗിങ് 2 പീസാണ്. റോഡിൻ്റെ പേര് മെഗാ ഫോഴ്സ് എന്നാണ്. ഇത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 90 ഗ്രാം 90 ഗ്രാം മുതലേക്ക് 210 വരെ ഇത് നമുക്ക് കാസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ആക്ഷൻ. ഓക്കെ അല്ലേ. ഇതൊരു ജിഗിങ് റോഡാണ് ദൈവയുടെ. റോഡിൻ്റെ പേര് എക്സലർ ആണ്. ആക്ഷൻ കണ്ടോ, ഇതാണ് അതിൻ്റെ ആക്ഷൻ. പിന്നെ ഇതിൻ്റെ എല്ലാ ഗേഡുകളും ഷുജി ഗേഡുകളാണ്. അടിപൊളി റോഡാണ് കണ്ടോ. ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് 60 to 120 ഗ്രാമാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം സ്പിന്നിങ് ആണ്. ഇനി അടുത്ത നമ്മൾ ബൈറ്റിൻ്റെ. ഇനി നമുക്ക് ദൈവയുടെ തന്നെ ബൈറ്റ് കാസ്റ്റിംഗ് ബോട്ട് റോഡാണത്. അത്യാവശ്യം കുറച്ച് മീഡിയം, ഇതൊരു മീഡിയം ഹെവിയാണ് കേട്ടോ. ഇത് മീഡിയം ഹെവിയാണ്. ഇതിൻ്റെ പേര് പ്രൊപ്റ്റസോ. അത്യാവശ്യം ബൈറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് 100 ഗ്രാം മുതലേക്ക് 200 ഗ്രാം വരെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് കപ്പാസിറ്റി. 100 ഗ്രാം മുതലേക്ക് 200 ഗ്രാം വരെ ഉണ്ടോ. നല്ല ഹെവി റോഡാണ്. ഒരുവിധം മീനൊന്നും ഇതൊന്നും വിട്ടുപോകാൻ ചാൻസ് ഇല്ല, ഒടിയാൻ ചാൻസ് ഇല്ല. സൂപ്പർ റോഡാണ്. ഇതിൻ്റെ പോളോ റോഡാണ് വിത്തൗട്ട് ഗൈഡ്.
കാണിച്ചു കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു റോഡുണ്ട്, മിസൂസിയുടെ പോളോ റോഡാണ്. അത് മിസൂസിയിലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗൈഡില്ല. ഇതിൻ്റെ അകത്ത് ഒരു ഗൈഡ് പോലും ഇല്ല. ഇത് ഗൈഡ് ഇല്ലാത്ത ഒരു റോഡാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലൂറുകൾ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജിഗുകൾ, ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഉണ്ട്. പക്ഷേ ഓരോന്നിനെ പറ്റിയിട്ടും ഞാൻ നല്ല വിശദീകരിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചാനലിനെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഷോപ്പിലുള്ള കുറച്ച് റീലുകളെ പറ്റി പരിചയപ്പെടാം. ദൈവയുടെ ഫ്യൂഗോ ആണത്. ദൈവ ഫ്യൂഗോ LT 4000C. ഇത് ദൈവ ഫ്യൂഗോ 4. ദൈവയുടെ തന്നെ ഒരു BG സീരീസ് ആണ്. അത്യാവശ്യം കുറച്ച് ബിഗ് ഗെയിം സീരീസിനൊക്കെ ഉള്ളതാണ്. അലുമിനിയം ബോഡിയാണ്. അത്യാവശ്യം നല്ല ഗിയർ റേഷ്യോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു ഡ്രാഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളതാണ്. അടുത്തത് നമ്മുടെ ലഗൂണ, ദൈവയുടെ തന്നെ ഒരു ലഗൂണ എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ്. LT 4000. ഇത് നമ്മുടെ ഷിമാനോ സ്റ്റാഡിക് 4000 ഉണ്ടോ. പിന്നെ റീലുകളൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഈ മസൂസി ഹുക്ക് ഉണ്ടല്ലോ, ഇതാണ് മസൂസി ഹുക്ക്. ഈ മസൂസി ഹുക്കുകളുടെ ഓതറൈസ്ഡ് ഡീലറാണ്. ഇതിൻ്റെ എല്ലാ സൈസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് നമ്പർ 1, 4, 3, 6, 8 ഇതുപോലുള്ള എല്ലാ സൈസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഓതറൈസ്ഡ് ഡീലറും കൂടിയാണ് ഇത് നമ്മുടെ ഈ ബൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള വെയ്റ്റുകളാണ് ഇതെല്ലാം. പല ടൈപ്പിലുള്ള വെയ്റ്റുകളാണ്. ഒരുപാട് വെയ്റ്റുകളുണ്ട്. ഏത് ഐറ്റം വേണമെങ്കിലും നമ്മുടെ ഈ ഷോപ്പിലുണ്ട്. പിന്നെ ഇതതിൻ്റെ ഉക്കുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഉണ്ടോ, ഉക്ക് ഇങ്ങനെ ഭരണിക്കകത്ത്, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിക്കകത്താക്കി വെച്ചിരിക്കുകയാണ്. നല്ല പ്ലാസ്റ്റിക് ജാറിലാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഐറ്റം വേണമെങ്കിലും, ഏത് ഫിഷിന് വേണമെങ്കിലും ഉള്ള സാധനമുണ്ട്. ഇതെല്ലാം BMC ഹുക്കുകളാണ്. പല വെറൈറ്റി ടൈപ്പ് ഹുക്കുകളാണ്. പല നമ്പറാണ് ഇതെല്ലാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സോഫ്റ്റ് ബൈറ്റുകളാണ്. ഉണ്ടോ, പല ടൈപ്പിലുള്ള സോഫ്റ്റ് ബൈറ്റുകളാണ്. ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. കാരണം ഒരുപാട് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും നമുക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര ഐറ്റംസ് ഈ ഷോപ്പിലുണ്ട്. നമ്മുടെ രാജുഭായിയുടെ നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതെല്ലാം നമ്മുടെ സാധാരണ നൈലോണാണ്. ഈ ഹുക്കും ഇതും അതുപോലെ തന്നെ ഇതെല്ലാം ട്രോളിങ്ങിൻ്റെയാണ്. അതെല്ലാം നമ്മൾ ഈ ബോട്ടിൽ പോയിട്ട് ട്രോളിങ് എന്താ ഫിഷിംഗ് ബ്രൈഡ് ലൈനാണ് ഇത്. ജാപ്പനീസാണ്, മെയ്ഡ് ഇൻ ജപ്പാനാണ്. ഹാൻഡ് ലൈനാണ്. ടൂണേനെ പിടിക്കുക അതിനെ ഉപയോഗിക്കുന്നതാണ്.
സൈസ് 40 ആണ്. 52 kg ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് ഹാൻഡ് ലൈനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഒമാനിലും ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒമാനിൽ മാത്രമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മെയ്ഡ് ഇൻ ജപ്പാനാണ്. ഇതാണ് ബ്രേഡാണിത്. അത്യാവശ്യം നല്ല സ്ട്രോങ് സാധനമാണ്. ഇത് നല്ല ഗ്രിപ്പ് കിട്ടും. ഇതാണ് അതുകൊണ്ടാണ് ഹാൻഡ് ലൈനാണ്. നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് ഇത് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ തന്നെ പല പല ബ്രാൻഡാണ് ഈ കാണുന്നതെല്ലാം കണ്ടോ. എല്ലാം മെയ്ഡ് ഇൻ ജപ്പാൻ. എല്ലാം മെയ്ഡ് ഇൻ ജപ്പാനാണ്. ഈ കാണുന്ന എല്ലാം മെയ്ഡ് ഇൻ ജപ്പാൻ. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സബീക്കീസാണ് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ വറ്റകളെ പിടിക്കാൻ, അയലകളെ പിടിക്കാൻ, സീമകളെ പിടിക്കാനുള്ള വെറൈറ്റി ടൈപ്പുള്ള സബീക്കീസാണ് ഉണ്ടോ. സബീക്കികൾ ഒരുപാട് ഐറ്റംസിലുണ്ട്, പല പല ഷെയ്ഡുള്ളത്. ഇതാണ് സബീക്കികൾ ഉണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് വാട്ടറിൻ്റെ പോപ്പറാണ്. അതും പല വെറൈറ്റി ഷെയ്ഡാണ്, വെറൈറ്റി ഗ്രാമാണ് വരുന്നതെല്ലാം. അതിൻ്റെ എല്ലാം ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ബോട്ടിൻ്റെ ആക്സസറീസാണ്. അങ്ങനെ ഒരുപാട് ഐറ്റം ബോട്ടിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഈ ഷോപ്പിലുണ്ട്. സ്പീക്കറുകളാണ് ഉണ്ടോ. സ്പീക്കർ നമ്മൾക്ക് ഈ ബോട്ടിലൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. പിന്നെ ഇത് കാസ്റ്റിംഗ് നെറ്റാണ്. ഇത് കൊമേഴ്ഷ്യൽ കാസ്റ്റിംഗ് നെറ്റാണ്. ഇത് ഏകദേശം ഒരു 15 അടി നീളമുണ്ട്. ഇത് മൾട്ടിയാണ്. ഇവിടെ GCCയിൽ നൈലോൺ മോണോഫിലമെൻ്റ് നെറ്റ്സ് ബാൻഡാണ്. മൾട്ടി ഫിലമെൻ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഷോപ്പിലുള്ള ഒരു വെറൈറ്റി സാധനമാണ് കണ്ടോ. ഇത് സ്പിയർ എന്ന് പറയും. ഇത് ഈ ഞണ്ടിനെ ഒക്ടോപസ് അല്ലേ ആരാജഭായ്, ഇത് ഈ ഞണ്ട് ഒക്ടോപസിനൊക്കെ ഇങ്ങനെ കുസ്തി പിടിക്കാനുള്ളതാണ്. അതിനുള്ള ഒരു സാധനമാണിത്. അതിൻ്റെ അറ്റം കണ്ടോ നല്ല ഷാർപ്പാണ്. ഒക്ടോപസ്, ഞണ്ട് ഇതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇത് ഇത്ര ഷാർപ്പായതും കൊണ്ടാണ് ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലൗ ഒരു ഗാർഡ് കൂടിയും കമ്പനി ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ വെക്കാൻ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്.